പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ, വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ, മന്ത്രി വരെ, നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ, ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങനെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് രേഖകളില്ല, ചിലർക്ക് നഷ്ടപ്പെട്ടു, ചിലർക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലർക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യമുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ, അതായത് ചില കാര്യങ്ങൾ ചെയ്യാനേ നമുക്ക് പറ്റത്തില്ല. ചില പരീക്ഷ എഴുതാൻ നമുക്ക് പറ്റത്തില്ല. ചില ഇൻ്റർവ്യൂവിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി വിജിഷ്യ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവളെന്ന് പറഞ്ഞു SOP. അതിൻ്റെ ഫുൾ ഫോം എനിക്കറിയാൻ പാടില്ല. അതായത് പ്രോജക്റ്റിൻ്റെ സോഴ്സ്, ദ സോഴ്സ് ഓഫ് ദി പ്രോജക്റ്റ്. അത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ PhD ഇൻ്റർവ്യൂ ചോദിക്കുന്നതാണ്, നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ സോഴ്സ് എന്താണ്, ആ സ്കോപ്പ്, അതിൻ്റെ സ്കോപ്പ്, ഇങ്ങനെ കുറേ കാര്യം ചോദിക്കും. അപ്പോൾ ഇവൾക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ഇവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നോട് ആ ചോദ്യം ചോദിക്കരുത്, സത്യമായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ തോറ്റുപോകും, ഞാൻ ഉടമ്പടി കാശൂരി പിടിച്ച് നിന്നെയും കൊണ്ടാണ് ഞാൻ പോണത്, ഞാൻ തോറ്റ് മുടങ്ങരുത്, എന്നോട് ചോദിക്കരുത്. അപ്പോൾ അവൾ ആ ദൈവമായിട്ട് അത്തരം ഒരു ആത്മബന്ധമുള്ളതുകൊണ്ട് ഈശോയോട് അങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ കുഞ്ഞിനോട് മാത്രം ആ SOP ചോദിച്ചില്ല. പക്ഷെ ബാക്കി 14 പേരോട് ചോദിച്ചു. അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ഈ നമ്മൾക്ക് എടുത്ത പൊങ്ങാത്ത കാര്യം ദൈവം ഏറ്റെടുത്ത് നടത്തും. അതുകൊണ്ട് ഈശോ അതിനു വേണ്ടി, ഈശോക്ക് അതങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈശോയാണ് ആ അവസ്ഥ, ആത്മീയ അവസ്ഥ കണ്ടുപിടിച്ചത്. എന്താ പറഞ്ഞത്? ഈശോ വളരെ സൂക്ഷ്മതയോട് കണ്ടുപിടിച്ച ഒരു ദൈവികമായ രഹസ്യമാണത്. എന്താണ്? യോഹന്നാൻ 14:10 വായിച്ച്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഈശോ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. മനുഷ്യാവതാരത്തിന് പരിമിതികളുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. ആ പരിമിതികളിൽ നിന്ന് ആ പരിമിതി അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഈശോ ചെയ്യണതില്ല. അപ്പോൾ ഈശോ അത് പറയുകയാണ്, അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തികൾ ചെയ്യണമെന്ന്. ഈ ഒരു ആധ്യാത്മിക സാധ്യത ഉണ്ടാക്കിയ വിപ്ലവം ഉണ്ടല്ല, ചെറിയ വിപ്ലവമൊന്നുമല്ല. എന്നുവെച്ചാൽ നമ്മൾക്ക് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളുണ്ട്, നമുക്ക് നടക്കാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ തള്ളിക്കളയാനോ നടക്കത്തില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടാനോ അല്ല. എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനം ചെയ്യുന്ന പോലെ തന്നെയാണ് ഈശോ നേരത്തെ ഒരു വചനം പറഞ്ഞില്ല നമ്മളോട്, 15:10, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും, അപ്പം വസിക്കും. അപ്പം ഈശോയുടെ വചനങ്ങൾ ഉടമ്പടി പാലിച്ചാൽ നമ്മൾ കർത്താവ് നമ്മളിൽ വസിക്കുമെന്നാണ് പറയണത്. കർത്താവ് നമ്മൾ വസിച്ചാൽ എന്താ ഗുണം? അത് 14:10 ഇഫക്റ്റ് ഉണ്ടാകും. എന്താണ്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനം ചെയ്യുന്ന പോലെ ഈശോ ഉടമ്പടി പ്രകാരം നമ്മൾ വസിച്ചാൽ, നമ്മൾ വസിച്ചുകൊണ്ട് ഈശോയുടെ പ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ ചെറിയ പ്രവൃത്തിയൊന്നും ആയിരിക്കത്തില്ല, അത് വലിയ പ്രവൃത്തികളായിരിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും. ചില പട്ടി വരുമ്പോഴേ ചില സമയത്തൊക്കെ ഞാൻ ഓടിയിട്ടുണ്ട്, ജീവനം കൊണ്ട് ഓടുമ്പോൾ നമ്മൾ തോടൊക്കെ ഒറ്റ ചാടത്തില്ലേ, മതിൽ വരെ ചാടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പിറ്റേ ദിവസം പട്ടി ഇല്ലാത്ത സമയത്ത് നമ്മൾ ചുമ്മാ വന്ന് ഓടി വന്നാൽ ചാടാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ തന്നെ എന്തൂസിയാസം എന്നും സംഭവമുണ്ട്. അഭിഷേകത്തിൻ്റെ അനുഭവ തലങ്ങളാണ്. തെയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അകത്ത്, തെയോസ് എന്ന് വെച്ചാൽ ദൈവം, എന്ന് അകത്ത്. നമ്മൾ ഈ വസിപ്പിലൂടെ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അനുസരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു അന്തർവസിപ്പുണ്ടാവും. ഈ വസിപ്പിലൂടെ
ഈശോ ഈ പറഞ്ഞില്ലേ, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് അന്തർവസിപ്പോട് സംഭവിക്കുന്നതാണത്. വലിയ കാര്യങ്ങൾ. ഈ മരിയൻ ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ എന്താണ്? ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഞാൻ ഹെവി ഡ്യൂട്ടി വിഷയങ്ങൾ വെച്ചാൽ നിങ്ങൾ ഉടമ്പടി അതനുസരിച്ച് കൊണ്ട് ബലപ്പെടുത്തിയാൽ മതി. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വഹിച്ചു. യോഹന്നാൻ 12:27. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. അപ്പൊ ഇതിന്റെ റിസൾട്ട് ഓൾറെഡി ഔട്ടായതാണ്. ഈ പരീക്ഷ എഴുതണ മുമ്പ് തന്നെ റിസൾട്ട് തോറ്റെന്നും പറഞ്ഞ് ഔട്ടായതാണ്. പിന്നെ ഈ പരീക്ഷ എഴുതേണ്ട വല്ല കാര്യമുണ്ട്? പരീക്ഷ എഴുതണ മുമ്പ് തന്നെ റിസൾട്ട് വന്ന് തോറ്റെന്നും പറഞ്ഞു. എന്നിട്ട് പിന്നെയും പരീക്ഷ എഴുതുകയാണ്. എൻ്റെ ഉദ്ദേശം എന്താ? എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ നിൻ്റെ തിരുമനസ് നിറവേറ്റാൻ വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു. സമ്പത്ത് എനിക്കറിയാം, ഇതിന് എന്തുമാത്രം ബുദ്ധിമുട്ടുകളുണ്ടെന്നറിയാം. ഇത് നിൻ്റെ മനസ്സല്ലെന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കുന്നവർ വെടിപ്പുമേനയോട് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലിനെ പോലെ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിലുള്ള പ്രാർത്ഥനയുടെ മാതൃക ഈശോയുടെ മാതൃക തന്നെയാണ്. എന്താ കാര്യം? പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ ജാമ്യത്തിലാകണം. ആദ്യമേ ജാമ്യം എടുത്തേക്കണം. എന്താ കാര്യം? ഇത് നടക്കത്തില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പരിഭവമൊന്നുമില്ലെന്ന് നിങ്ങൾ ട്രാക്ക് ഔട്ട് ആകരുത്. കഴിഞ്ഞ ദിവസങ്ങളിലേ ബോബ്സി പോൾസൺ എന്ന് പറഞ്ഞൊരു മോഡസാക്ഷ്യം പറഞ്ഞു. ബോബ്സി പോൾസൺ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരുടെ സാക്ഷ്യങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻ ടു ദം എന്നല്ല, അതെന്താണ് അവർക്ക്, എന്താണ് ആ ഈവൻ്റ്, അവർ നറേഷൻ അല്ല അവർ പറയണത്. ഈവൻറ്റിൻ്റെ ഇമ്പാക്റ്റുകളാണ് അവർ പറയണത്. ഇപ്പം സാക്ഷ്യത്തിൻ്റെ എഡ്യൂക്കേഷനുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കുമ്പോൾ അവർ അതിനെ കാണുന്ന സമീപന രീതിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. വാട്ട് ഹാപ്പൻ ടു ദം, ഒരു ഈവൻറ്റ് നറേഷൻ അല്ല സംഭവം, ഇമ്പാക്റ്റ് ഓഫ് ദി ഈവൻറ്റ്. ആ സംഭവിച്ച വിഷയങ്ങൾ അവർക്കെന്ത് ആണ് സ്വാധീനം ചെലുത്തിയത്. അതാണ് ഇപ്പോൾ ബോബ്സി പോൾസൻ്റെ സാക്ഷ്യം. ഒരു അവസാനം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത്, ഒന്ന്, ഞാൻ ട്രാക്ക് ഔട്ടായി പോയിരുന്ന ആളാണ്. എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് തോന്നിയത് ട്രാക്ക് ഔട്ടായി പോകുന്ന ആൾക്കാരെ ട്രാക്കിലാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഇമ്പാക്റ്റ് ഓഫ് ദി ഇവൻറ്റ്. നടന്ന സംഭവങ്ങളെ നറേഷനല്ല. എന്തെനിക്ക് സംഭവിച്ചു, എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്നുള്ളതല്ല. എന്താണ് അവർക്ക് അതിനെക്കുറിച്ച് ഇമ്പാക്റ്റ്, അവർ എന്ത് സ്വാധീനമാണ് ചെലുത്തിയത്. ഇപ്പം ഇവരൊരു ഹൈസ്കൂൾ ടീച്ചറാണ്, അതുകൊണ്ട് അവർ കുറച്ചുകൂടി എലിവേറ്റഡ് ആയിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഞാൻ ഉടമ്പടിയിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാക്കായി. എന്താ വെച്ചാൽ ഞാൻ 3 കൊല്ലമായിട്ട് ദൈവമായിട്ട് സംസാരിക്കത്തില്ലായിരുന്നെന്ന്. 3 കൊല്ലമായിട്ട് ഞാൻ ദൈവമായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പനും എനിക്കും കോഡ് വന്നു 2018. ഇപ്പം ഞാനും അപ്പനും അപ്പുറത്തെ മുറി താമസിക്കുകയാണ്. പക്ഷേ അപ്പൻ മരിച്ചത് ഞാൻ അറിഞ്ഞില്ല. കാര്യം അന്നത്തെ ഒരു കാലം നിങ്ങൾക്കറിയാമല്ലോ, മരണം മാത്രമായിരുന്നു ഈ കേരളം മുഴുവൻ, ലോകം മുഴുവനും ഒരുപോലെ മരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നത്. അപ്പൻ്റെ മുഖം മറച്ചാണ് ഇവർ പൊതിഞ്ഞ് കെട്ടിയാണ് കൊണ്ടുപോയത്, അടക്കാൻ വേണ്ടി, കത്തിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ എൻ്റെ കോവിഡെല്ലാം കഴിഞ്ഞ് കാണുമ്പോൾ അപ്പൻ ഒരു സ്പൂൺ ചാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയിട്ടില്ല. ഈ ജീവിതത്തിലേക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയിട്ടില്ല. അതിൻ്റെ ഒരു വല്ലാത്ത, എൻ്റെ അപ്പനെ കാണാൻ, ഞാൻ അടുത്ത മുറിയിലുണ്ടായിട്ട് എൻ്റെ അപ്പനെ എനിക്ക് കാണാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാകുന്ന കരുതില്ല, അത് മനസ്സിലാക്കാതെ നിവർത്തിയില്ല.
ഞാൻ കോവിഡായിട്ട് ആരെയും കാണാതെ 1 മാസം ഒരു മുറി താമസിച്ച ആളാണ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തില്ല. എന്ന് വെച്ചാൽ ഞാൻ 24 മണിക്കൂറും ജപമാല തന്നെ ചൊല്ലിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അത് ഒരു കാലമാണ്. എനിക്ക് സന്തോഷമായിരുന്നു ആ കാലത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് കോവിഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ നോൺസെൻസാണ്. എന്താ കാര്യം? ലോകത്ത് എല്ലാവർക്കും വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിവാക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളും ആ ജനങ്ങളുടെ കൂടെ, ആ സങ്കടങ്ങളുടെ കൂടെ കടന്നു പോകുമ്പോൾ 1 മാസമായിരിക്കണമെങ്കിൽ ആദ്യം തൊട്ട് ഇങ്ങനെ ടെസ്റ്റ് 5-ാം പക്കം ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ എനിക്ക് എനർജിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമുക്ക് നിരാശയൊന്നും ഉണ്ടാകത്തില്ല, വേറെ ചിന്തകളൊന്നും ഉണ്ടാകത്തില്ല. നമ്മളെ കർത്താവ് ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ പിടിക്കും. അത് ഒരുപാട് നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഒരു ബോഡിയുടെ അവസ്ഥയ്ക്ക് 1 മാസമൊക്കെ കോവിഡ് വന്നു കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? 1 മാസം മുഴുവനും. അപ്പം അതുതന്നെ പ്രെയർ ലൈഫ് എന്ന് പറയുമ്പോഴും പ്രെയർ ലൈഫ് ഒരു പ്രത്യേക ലൈഫാണത്. ദൈവമായിട്ട് നമ്മുടെ ഈ അനുദിന ജീവിത വിഷയങ്ങളും ദൈവവുമായിട്ട് മാത്രം അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ അടുത്ത് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അങ്ങനെ ആധ്യാത്മിക അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുറേ കാലത്തെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുറച്ച് കാലത്തൊക്കെ ഓക്കെയാണ്, അത് കഴിയുമ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുപോയ ഒരാളായിരുന്നു ഈ ബോബ്സി പൾസ എന്ന് പറയുന്ന ആൾ. പക്ഷെ അവിടെ ജീവിതത്തിലൊരു ഈഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടായിട്ട് പിന്നെ ദൈവമായിട്ട് ബന്ധമില്ല. ഇങ്ങനെ ബന്ധം നഷ്ടപ്പെട്ടു പോയ ആളിന് പിന്നെ അവർ റിലേഷനിലേക്ക് ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് വരണമെന്ന് ഭർത്താവിന് കിഡ്നി ഡിസീസ് വന്നു. ഭർത്താവിന് കിഡ്നി ഡിസീസ് വന്നപ്പോൾ അപ്പനാ പോയി. ഇനിയിപ്പോൾ ഭർത്താവിനുണ്ട് കിഡ്നി ഡിസീസ് വന്നപ്പോൾ അവർക്ക് ഭയങ്കരമായ ഒരു സങ്കടമായി. അപ്പോൾ അവർ വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ച് ദൈവത്തിലേക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ ഉടമ്പടി എടുക്കും. പ്രാർത്ഥനയിലേക്ക് ഒരാൾ തിരിച്ചു വരുമ്പോൾ അയാൾ ഉടമ്പടിയിലോട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെട്ട്. എന്താ കാര്യം? ഉടമ്പടിയിലേക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാനലും ഒരുമിച്ചാണ് കണക്റ്റഡ് ആകണത്. അല്ലാതെ നിൻ്റെ ഈ ലിപ് സർവീസ് മാത്രമല്ല, പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല. ഉടമ്പടിയിലോട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ ലിങ്കുകളും ഒരുമിച്ചാണ് ഓപ്പൺ ആകുന്നത്. പരസ്നേഹം, ആതുരസേവനം, പരസ്നേഹം, സുവിശേഷ കൈമാറ്റം, വിശ്വാസ കൈമാറ്റം ഇടിച്ചു കുത്തിയാണ് ഉടമ്പടി വരണത്. ഉടമ്പടി വരണ കാരണം എല്ലാ മേഖലകളിലും കണക്റ്റഡാവും. ഉടമ്പടിയുടെ ഈ കാലം ഏതാണ്? ഉടമ്പടിയുടെ കാലം എന്ന് പറയുന്നത്. ഉടമ്പടിയിലോട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു ത്രെഡല്ല കണക്ഷൻ ആകണത്, മറിച്ച് എല്ലാ വശത്തിലേക്കും ഗെറ്റ് കണക്റ്റഡ്. അതോടുകൂടി സമ്പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് വരികയും അതൊരു 1.5 വരവാണ് ശരിക്കും വരണത്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു കൊല്ലത്തെ 3 കൊല്ലം ദൈവമായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്ന വ്യക്തി ഇനി ഒരു കാലത്ത് ദൈവമായിട്ട് ഇടപെടേണ്ടി വരത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ആള് വെറും വിത്തിൻ 1 വീക്ക് ഉടമ്പടി വഴി ദൈവമായിട്ട് കംപ്ലീറ്റ് കണക്ഷനായി. അപ്പം നമ്മൾ ഈ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞ് അവരുടെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകണത് സാധാരണ പ്രാർത്ഥനാ ജീവിതവും ഉടമ്പടി ജീവിതവും തമ്മിലുണ്ടാകുന്ന വ്യത്യാസം. അതായത് ഫുൾ കണക്ഷൻ പോയിരുന്ന ആളാണ് പെട്ടെന്ന് ഹോൾ കണക്ഷനായി. അപ്പോൾ ഉടനെ ഈ പ്രശ്നമൊക്കെ കഴിയുമ്പോൾ ഹസ്ബൻഡ് ഒരിക്കൽ പറയും, അപ്പം അങ്ങേർക്ക് വേറെ ഒരു പ്രശ്നം വന്ന് ഹസ്ബൻഡിന് ബ്ലോക്ക് വന്ന്, കിഡ്നിയുടെ ട്രബിളും ഉണ്ട്, ഹൃദയത്തിന് ബ്ലോക്കും ഉണ്ട്. ബ്ലോക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഹസ്ബൻഡ് നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ് എനിക്കിത് കാണണം ഡോക്ടറെ എന്ന് പറഞ്ഞ്. അല്ല, നിങ്ങൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വെട്ടിക്കിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാരണം ആൾക്കാർ സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീനിയൻ എന്നല്ല എടുക്കണത്. എനിക്ക് ഈ വിഷയം നേരിട്ട് കാണണം എന്ന് പറഞ്ഞത്. കാര്യം ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ വേറെയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ചെത്തിക്കീറി അവസാനം കിഡ്നി അടിച്ച് മാറ്റി ഏജൻസിക്ക് കൊടുത്ത് 10 ലക്ഷം മേടിക്കേണ്ട ഡോക്ടർമാരൊക്കെ ഇല്ലേ? ഉണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്. ഡോക്ടർമാരെന്ന് പറയാൻ പറ്റത്തില്ല, ഹോസ്പിറ്റൽ അങ്ങനെ ഉള്ളതായിട്ട് ആരോപണങ്ങളുണ്ട്. തെറ്റോ ശരിയോ ഞാനത് വെരിഫൈ ചെയ്തിട്ടില്ല.
പക്ഷേ ആരോപണങ്ങളുണ്ട്, പേടിയുണ്ട് ആൾക്കാർക്ക് ചില കാര്യങ്ങൾക്ക്, ചില ആശുപത്രിയിൽ പോകാൻ. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യന് ഇതൊക്കെ അറിയാവുന്ന കാരണം അത് കാരണം പറഞ്ഞു എനിക്ക് നേരിട്ട് കാണണമെന്ന്. പിന്നെ പുള്ളിയൊക്കെ സ്കാൻ ചെയ്ത് നേരിട്ട് കാണിച്ച ബ്ലോക്ക് എവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു നല്ല ബ്ലോക്കുണ്ട്. അപ്പോഴേ ഇയാൾക്ക് നല്ല ഹെൽത്തി ഉള്ളതുകൊണ്ട് ബോബ്സൺ പറഞ്ഞ് ബോബ്സിയോട് പറഞ്ഞ് പെഡ്സൺ ബോബ്സിയോട് പറഞ്ഞ് ആരോഗ്യമുള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ആരോഗ്യമായിട്ടിരിക്കാനാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ആരോഗ്യമായിട്ടിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എന്ന് ഇയാൾ പറഞ്ഞു. പക്ഷെ എടുത്ത വായിക്കുമ്പോൾ ഇവരെന്താ പറയണത്, ഈ ബോബ്സ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ശാസ്ത്രമായി ചിലവരുമായി അവർ കടയിൽ കുറച്ച് സാധനങ്ങൾ ഇറക്കുവാനും അല്പം പുരോഗതിയിലേക്ക് വരുവാനും ഇടയായി. അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തത് മുഖാന്തരം മാതാവും ഈശോയും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. ഈ ജോലി തന്നത് തന്നെ മാതാവിൻ്റെ ഒരു ഈശോയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം അന്നു മുതൽ ഞങ്ങളുടെ കൂടെ ഈശോയും അമ്മയും ഉള്ള ഒരു അനുഭവമാണ് എല്ലാ കാര്യത്തിലും ഉള്ളത് എന്ന് ഞാൻ തുറന്നു പറയുന്നു. എൻ്റെ പേര് ജോസ് ജോർജ്. ഞാൻ പാലാരൂപതയിൽ നിന്ന് വരുന്നു. 2022 എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് 2019 എനിക്ക് വന്ന ഒരു അസുഖം നിങ്ങളോട് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2019 ഡിസംബർ മാസത്തിൽ ഞാനിപ്പോൾ പള്ളിയിൽ കൈക്കാരനായിരുന്നു. അപ്പോൾ കൈക്കാരൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോഴത്തേനും കല്ലറ പണിയുന്ന ഒരു കേസുണ്ടായിരുന്നു. അപ്പോൾ ആ കല്ലറ പണിതുകൊണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്താണ്. അപ്പോൾ ഞാനും അവരുടെ കൂടി ഓരോ സാധനം എടുക്കാനും പിടിക്കാനും ഒക്കെ കൂടുതലും ഈ വെള്ളം കുടിക്കുക വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നതാണെന്ന് ഞാനും വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഛർദിയും പനിയും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ആഹാരം കഴിക്കാൻ വയ്യാതെ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേനും നിങ്ങളുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ജോണ്ടീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ജോണ്ടീസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തമാണല്ലോ. അപ്പോൾ ഇവിടെ അഡ്മിറ്റാക്കിയെന്ന് പറഞ്ഞു. അഡ്മിറ്റാക്കി 2 ദിവസം അവിടെ കിടന്നു. 2 ദിവസം കിടന്നു കഴിഞ്ഞപ്പം ഇത് ബിലിറൂബിൻ്റെ അളവ് ബ്ലഡിൽ അങ്ങ് കൂടിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം വരുമ്പോഴും 2, 3, 4 ഒക്കെ അങ്ങ് കൂടി അതങ്ങ് 8 ഒക്കെ ആയപ്പോഴത്തേന് എൻ്റെ അനിയൻ വന്ന് പറഞ്ഞു നമ്മുടെ കിടക്കണ്ട പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസ്ട്രോ എൻട്രോളജി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ എന്നെ ഇവിടെ അഡ്മിറ്റാക്കി 2-3 ദിവസം അവിടെ കിടന്നു. അപ്പോൾ ഡോക്ടർ ഒരു ദിവസം വൈകുന്നേരം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളിവിടെ കിടക്കണ്ട, നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കോട്ടയത്തേക്ക് പോകോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എങ്ങോട്ട്? കോട്ടയത്തോട്ട് എന്നാൽ മെഡിക്കൽ കോളേജിൽ പോവുക അല്ലെങ്കിൽ കാരിത്താസിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ കാരിത്താസിലേക്ക് എന്നെ പോകാനുള്ള അവിടെ ചാർട്ടൊക്കെ എഴുതി എൻ്റെ തന്നു. അപ്പോൾ ഞങ്ങളതുകൊണ്ട് കാരിത്താസിൽ ചെന്നു. അവിടെ ഒരാഴ്ചയോളം കിടന്നു. അവിടെ ചെന്നപ്പോൾ ഇത് തന്നെ പറയുന്നു നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്, അത് വളരെ മാരകമായ ഒരു അസുഖമാണ്, കരളിൻ്റെ ഫങ്ഷൻസൊക്കെ വളരെ വീക്കാണ്, അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവരെന്നോട് ഓരോ ദിവസവും വന്ന് ബ്ലഡ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവും, ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടുതലാണ്, വളരെ കൂടുതലാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വിശദമായ പരിശോധന കാര്യങ്ങളല്ല. ആ ഹോസ്പിറ്റലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് എന്നിട്ട് തന്നെ ഇരിക്കാൻ മേല, കിടക്കാൻ മേല, എൻ്റെ മസിൽസിനെല്ലാം ഭയങ്കര വേദനയായി. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡോക്ടർമാർ വന്നിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഉള്ളപ്പോഴൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവരങ്ങ് പോവും. അത് കഴിഞ്ഞ് അന്നേരമാണ് എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നതും ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തോളാം, അസുഖം ഭേദമായാൽ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞ് നേർച്ച നേരുന്നതും. അന്ന് വൈകുന്നേരം തന്നെ വൈകുന്നേരം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ബിലിറൂബിൻ കുറയാൻ തുടങ്ങി കേട്ടോ, ഇനി ഏതോ 8ലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ, എനിക്ക് 16-17 വരെ ആയിരുന്നു ബിലിറൂബിന്, അത് 8ലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞു. അപ്പം പിന്നെ ഇവിടെ 2-3 ദിവസം കൂടെ കിടന്നു. അപ്പോഴത്തേനും ബിലിറൂബിൻ്റെ അളവ് 8ലേക്ക് വന്നു. അപ്പോൾ പിന്നെ അവർ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയും അത്ഭുതം നടന്നത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഇടത് കണ്ണിന് അലർജി ഉണ്ടായിരുന്നു. അത് വർഷത്തിലൊരു 2-3 തവണയെങ്കിലും ഈ അലർജി ഇങ്ങനെ ഉണ്ടാവും.
കണ്ണങ്ങ് ചുമന്ന് വരും, നീങ്ങി വരും, ഭയങ്കര വേദന, കണ്ണ് തുറക്കാൻ മേല, ആരോടും സംസാരിക്കാൻ പോലും മേലാത്ത അവസ്ഥയാവും. അപ്പോൾ അത് ഈ കൃപാസന മാതാവിൻ്റെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിച്ചതാണ്. ഇവിടെ ഉടമ്പടി എണ്ണ വിരട്ടി പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പെട്ടെന്ന് തന്നെ അന്ന് വൈകുന്നേരം തന്നെ അതങ്ങ് കുറഞ്ഞു. ഇപ്പം ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ എണ്ണ എന്നാണ് ഉടമ്പടി തൈലമാണ്, എന്നാണ് വെളിച്ചെണ്ണ, ഉടമ്പടി തൈലം, ഉടമ്പടി തൈലമാണ് പുരട്ടിയത്, അങ്ങനെ വേണം പറയാൻ. ഓക്കെ, പറഞ്ഞോ. അത് വൈകുന്നേരം ആയപ്പോൾ തന്നെ അത് വേദന അങ്ങോട്ട് കുറഞ്ഞു. ആ ചോപ്പ് മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് പിന്നീട് ഓരോ ദിവസം കഴിയുന്നവരെ കുറഞ്ഞു വന്ന് ഇപ്പം നോർമലാണെന്നാണ് എൻ്റെ വിചാരം. പിന്നെയുള്ളത് എൻ്റെ പെടലിക്ക് എനിക്ക് സ്പോണ്ടിലോസിസ് എന്ന അസുഖം ഉണ്ടായിരുന്നു. അത് പെടലിക്ക് ഈ ഉടമ്പടിത്തേലും പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് മിക്കവാറും വന്നാൽ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ പെടലി അനക്കാൻ മേലാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ അത് ഈ പറഞ്ഞ കണക്ക് ഈ ഉടമ്പടിത്തേലും പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ വിശ്വാസപ്രമാണം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ അസുഖം മാറി കിട്ടി. ഇപ്പം ഒരു പ്രശ്നവുമില്ല. എങ്ങനെ പിന്നെ എൻ്റെ മകളുടെ വിവാഹകാരിയായിരുന്നു. അവൾക്ക് ഒരു വർഷമായിട്ട് മിക്കവാറും എല്ലാ മാസവും തന്നെ ഓരോ വിവാഹാലോചന വരും. ഒരു കാരണവശാലും നടക്കത്തില്ല, ഏതെങ്കിലും കാരണവശാൽ ഇത് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ ഇവിടെ ഇത് ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായിട്ട് നിയോഗം വെച്ചത് വിവാഹം നടക്കണമെന്നായിരുന്നു. എന്തായാലും ആ നേർച്ച നടന്നതിൻ്റെ ഫലമായിട്ട് 2 ആഴ്ചക്കുള്ളൊരു വിവാഹം വരികയും അത് ഉറപ്പിക്കുകയും ചെയ്തു. 2 മാസം